ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ താഷ്കൻഡിലെ ഏറ്റവും ഉയർന്ന കെട്ടിടമായ താഷ്കൻഡ് ടവർ ലക്ഷ്യമാക്കി മഹിലിയോയ്ക്കൊപ്പം പോവുകയാണ് ഞങ്ങൾ. താഷ്കൻഡിലെത്തി 2ാം ദിവസമായ ഇന്ന് രാവിലെയാണ് മഹിലിയോ ഞങ്ങൾക്കൊപ്പം ചേർന്നത്. ഉസ്ബെക്കിലെ ചരിത്ര നഗരമായ സമർക്കണ്ടുകാരിയായ ഈ സുന്ദരി ഒരു ടൂർ ഗൈഡ് എന്ന് അവകാശപ്പെട്ടാണ് ഞങ്ങളുടെ ഒപ്പം കൂടിയിരിക്കുന്നത്. ടൂർ ഗൈഡ് എന്ന് അവകാശപ്പെട്ടോ? എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? അതെ, അതിനൊരു കാരണമുണ്ട്. കാറിൽ കയറി ആദ്യ റൗണ്ട് പരിചയപ്പെടലിന് ശേഷം ഞാൻ അവളോട് ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു. പെട്ടെന്ന് അവളുടെ മുഖത്ത് ഒരു പരിഭ്രമവും ഭാവമാറ്റവും. ഈശ്വര, ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്നുള്ളത് ഇവരുടെ കൊഴുക്കട്ട ഭാഷയിൽ പറയാൻ പാടില്ലാത്ത വല്ലതുമാണോ? അവൾ വേഗം മൊബൈലെടുത്ത് എന്തൊക്കെയോ ടൈപ്പ് ചെയ്യുന്നു. ഒരു നിമിഷം എൻ്റെ ഉള്ളൊന്ന് കാളി. അപ്പോഴേക്കും അവൾ സംസാരിച്ചു തുടങ്ങി. താഷ്കൻഡിലെ പ്രധാന ആകർഷണങ്ങളുടെ പേര് ഒന്നൊന്നായി മൊബൈലിൽ നോക്കി എന്നോടായി വായിച്ചു കേൾപ്പിക്കുന്നു. മാജിക് സിറ്റി, താഷ്കൻഡ് ടവർ, ചോർസു ബസാർ, അമീർ തിമൂർ സ്ക്വയർ, അങ്ങനെ എത്തി വലിഞ്ഞ് അവളുടെ മൊബൈലിലേക്ക് നോക്കിയ എനിക്കൊരു കാര്യം മനസ്സിലായി. ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടിയ സ്ഥലങ്ങളുടെ ലിസ്റ്റാണ് അവൾ വായിക്കുന്നത്. അപ്പോൾ ചേച്ചിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ എന്ന് ഞാൻ മനസ്സിലോർത്തു. അങ്ങനെ തുടക്കം തന്നെ പാളിയ മഹിലിയോയുടെ വെളുത്ത മുഖം ചെറുതായി ചുമന്നു. വീട്ടിലെ സാഹചര്യം മോശമായതിനാൽ നിർബന്ധിതമായി ഒരു പാർട്ട് ടൈം ടൂർ ഗൈഡിന്റെ വേഷമിടേണ്ടി വന്നതാണെന്ന് കുറച്ച് സമയത്തിനകം ഞങ്ങൾക്ക് മനസ്സിലായി. ഏതായാലും ഭാഗ്യദേവതയുടെ ഇന്നത്തെ പ്രതിരൂപം മഹിലിയോയാണെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ അവളെ ഉപേക്ഷിക്കാതെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചു. നഗരഹൃദയത്തിലുള്ള ഒരു ബൃഹത്തായ നിർമ്മിതിയാണ് താഷ്കൻഡ് ടവർ. താഷ്കൻഡ് ടവറിലേക്കുള്ള വഴി ചോദിച്ച എന്നോട് അത് ഗൂഗിൾ മാപ്പിലുണ്ടെന്ന് അവൾ പറഞ്ഞു. അങ്ങനെ ടൂർ ഗൈഡായ മഹിലിയോയും ഗൈഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ താഷ്കൻഡ് ടവറിന്റെ മുന്നിലെത്തി. 40,000 സോം, അതായത് ഏകദേശം 12 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കടന്നു. ടവറിന്റെ ഉള്ളിൽ കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ സെക്യൂരിറ്റി പരിശോധനയുമുണ്ട്. ടവറിന്റെ ലിഫ്റ്റുകളിലേക്ക് നയിക്കുന്ന ഇടനാഴികളിൽ ഇതേപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ടെലികമ്മ്യൂണിക്കേഷൻ ടവറുകളുടെ മാതൃകകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഒപ്പം ഓരോ ടവറുകളുടെ പ്രത്യേകതകളെപ്പറ്റി ഒരു ചെറിയ വിവരണവും. ജർമ്മനിയിലെ ബെർലിൻ TV ടവർ, ന്യൂസിലൻഡ് ഓക്ലൻഡിലെ സ്കൈ ടവർ, ഓസ്ട്രേലിയയിലെ സിഡ്നി ടവർ, തുർക്കിയിലെ ടവർ, ഓസ്ട്രിയയിലെ വിയന്ന ടവർ, സൗത്ത് കൊറിയയിലെ സിയോൾ ടവർ, അങ്ങനെ പോകുന്നു ആ നീണ്ട നിര. വീണ്ടും മുന്നിലേക്ക് നടന്നെത്തിയത് മറ്റൊരു ഇടനാഴിയിലാണ്. തടികൊണ്ട് നിർമ്മിച്ച തറയും ഇരുവശങ്ങളിലും ഗ്ലാസുമുള്ള ഒരു നീണ്ട ഇടനാഴി. ഉസ്ബെക്കിലെ പ്രധാന കാഴ്ചകളുടെ ഒക്കെ ചിത്രം ഈ ഗ്ലാസുകളിൽ പതിച്ചു വെച്ചിരിക്കുന്നു. എൻ്റെ ഭാര്യ ഇപ്പോൾ ഒരു ഗൈഡിൻ്റെ റോൾ ഏറ്റെടുത്ത് മഹിലിയോയ്ക്ക് താഷ്കൻഡ് ടവറിൻ്റെ പ്രത്യേകതകൾ വിവരിച്ചു കൊടുത്തുകൊണ്ട് മുന്നിൽ നടക്കുന്നു. എന്തൊരു വിരോധാഭാസം! ഞങ്ങൾ ടവറിലേക്കുള്ള ലിഫ്റ്റിൻ്റെ പരിസരത്ത് എത്തിച്ചേർന്നു. മ്യൂസിക് സിസ്റ്റങ്ങളും സൗണ്ടുമൊക്കെ ഇഷ്ടപ്പെടുന്ന എന്നെ ഏറെ ആകർഷിച്ച ഒരു കാഴ്ച ഞാൻ അവിടെ കണ്ടു. പഴയകാല മ്യൂസിക് സിസ്റ്റങ്ങളുടെ ഒരു ഗംഭീര ശേഖരം. നാഷണലിൻ്റെയും പാനാസോണിക്കിൻ്റെയും സോണിയുടെയും ഒക്കെ പഴയകാല ടേപ്പ് റെക്കോർഡറുകൾ. ചെറുപ്പത്തിൽ നമ്മുടെയൊക്കെ വീടുകളിലുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ കഥ പറയാനുള്ള മ്യൂസിക് സിസ്റ്റങ്ങൾ. ഇൻ്റർനെറ്റും AI-യും ഒക്കെ വിരൽത്തുമ്പിൽ വിരാജിക്കുന്ന ഇന്ന് ഇതൊക്കെ മറന്നു തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു അമൂല്യ ശേഖരം കുറച്ചു നേരത്തേക്കെങ്കിലും എന്നെ ഒരു 1/4 നൂറ്റാണ്ട് പിന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് ഞാൻ ലിഫ്റ്റിലേക്ക് നടന്നു. അയവിറക്ക് ഏകദേശം പകുതി ആയപ്പോഴേക്കും ഞങ്ങൾ ടവറിൻ്റെ ഒബ്സർവേഷൻ ഡെക്കിൽ എത്തിച്ചേർന്നു. ഗംഭീരമായ കാഴ്ചയാണ് ഇവിടെ നിന്നാൽ. ചാറ്റൽ മഴയിൽ കുളിച്ച് സുന്ദരിയായ താഷ്കൻഡ് ഒരു വിസ്മയ കാഴ്ചയാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ഒബ്സർവേഷൻ ഡെക്ക് ചുറ്റി നടന്ന് ഞാൻ കുറേയധികം ചിത്രങ്ങളും വീഡിയോകളും ക്യാമറയിൽ പകർത്തി. 1985 നിർമ്മാണം പൂർത്തിയായ ഈ ടവറിന് 375 മീറ്ററാണ് ഉയരം. ഇതിൽ 100 മീറ്റർ ഉയരത്തിലാണ് സന്ദർശകർക്ക് വേണ്ടിയുള്ള ഒബ്സർവേഷൻ ഡെക്ക്. 1985 മുതൽ 1991 വരെ ലോകത്തിലെ 4ാമത്തെ ഉയർന്ന ടെലിവിഷൻ ടവറായിരുന്നു ഇത്. ഇപ്പോൾ ഇത് 17ാം സ്ഥാനത്താണ്. ഉസ്ബെക്ക് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരിക്കുമ്പോഴാണ് ഈ ടവർ നിർമ്മിക്കപ്പെട്ടത്. റിക്ടർ സ്കെയിലിൽ 9 വരെ വരുന്ന ഭൂചലനങ്ങളെ പ്രതിരോധിക്കാൻ ഈ ടവറിന് കഴിയും. ഉസ്ബെക്കിലെ പ്രധാന റേഡിയോ ടെലിവിഷൻ നെറ്റ്വർക്കുകളൊക്കെ ഈ ടവറിലൂടെ സംപ്രേഷണം ചെയ്യുന്നു. ഈ ഒരു ഭൂഭാഗത്തിലെ ഏറ്റവും വലിയ ടെലികമ്മ്യൂണിക്കേഷൻ കെട്ടിടമാണ് ഇത്. താഷ്കൻഡ് ടവർ ഒരു സാങ്കേതിക അത്ഭുതമാണ്. പഴയ സോവിയറ്റ് സാങ്കേതിക വിദ്യയാണെങ്കിലും ഇപ്പോഴും മികച്ച അവസ്ഥയിലാണ് ഈ ടവർ. ഇതിൽ നിരവധി സുവനീർ കടകളും ഒരു പ്രധാന റെസ്റ്റോറൻറ്റുമുണ്ട്. ടവറിൻ്റെ 110 മീറ്റർ ഉയരത്തിലാണ് സദാസമയവും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ്. താഷ്കൻഡ് നഗരത്തിലെ വളരെ പ്രശസ്തമായ ഒരു ഡൈനിങ് സ്പോട്ടാണ് ഇത്. ഉസ്ബെക്കിസ്ഥാനിലെ ഏക റൊട്ടേറ്റിംഗ് റെസ്റ്റോറൻറ്റുമാണ് ഇത്. റെസ്റ്റോറൻറ്റിലെത്തിയ ഞങ്ങൾ ഇത് കറങ്ങുന്നതാണെന്ന് തെളിയിക്കുന്ന നിരവധി പരീക്ഷണങ്ങൾ അവിടെ നിന്ന് നടത്തി. കുട്ടികളെയും ഞാൻ പരീക്ഷണ വസ്തുക്കളാക്കി. ഈ റെസ്റ്റോറൻറ്റിൻ്റെ മധ്യഭാഗം സ്ഥായിയായി നിൽക്കുന്നതാണ്. എന്നാൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സ്ഥലം സദാസമയവും ചുറ്റിക്കൊണ്ടിരിക്കുന്നു.
ഒരു പൂർണ്ണ ചുറ്റലിന് 60 മിനിറ്റാണ് എടുക്കുന്നത്. ആപ്പിൾ തലയിൽ വീണപ്പോൾ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ച കാര്യമോർത്ത ഞാൻ തലയ്ക്ക് പകരം കാലുകളാണ് ഈ പരീക്ഷണത്തിന് ഉപയോഗിച്ചത്. അങ്ങനെ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് പലതരം പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തി ഒടുവിൽ റെസ്റ്റോറൻറ്റ് കറങ്ങുന്നതാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി സ്ഥിരീകരിച്ചു. പരീക്ഷണത്തിൻ്റെ ക്ഷീണം മാറാൻ അവിടെ നിന്ന് കുറച്ച് ഭക്ഷണങ്ങളും ജ്യൂസും ഒക്കെ സേവിച്ച് ഞങ്ങൾ തിരികെ പോകാനൊരുങ്ങി. മഹിലിയോ ഇപ്പോൾ ഞങ്ങളിൽ ഒരാളായിരിക്കുന്നു. കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമായി അവളെ. അവളുടെ മുഖത്തെ പരിഭ്രമമൊക്കെ മാറി പ്രസന്നവദനയായിരിക്കുന്നു. ഞങ്ങളിനി പോകുന്നത് താഷ്കെൻഡിൻ്റെ മറ്റൊരു അത്ഭുതത്തിലേക്കാണ്. 1500-ൽ പരം വർഷത്തെ ചരിത്രം അവകാശപ്പെടാനുള്ള ഒരു വിശിഷ്ട ഭക്ഷണമുണ്ട് ഇവിടെ. അതുണ്ടാക്കുന്നതോ ഒരു ആനയെ അപ്പാടെ കറിവെക്കാൻ പാകത്തിന് വലിപ്പമുള്ള കൂറ്റൻ പാത്രങ്ങളിലും. അതെ, മധ്യേഷ്യൻ രാജ്യങ്ങളിലെ പ്രധാന ആഹാര സംസ്കാരത്തിന്റെ ഉദാഹരണമായ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഉസ്ബക്കിന്റെ ദേശീയ ഭക്ഷണം. എനിക്ക് ആവേശമായി. നടത്തത്തിന്റെ വേഗം താനേ കൂടി.